AVT പ്രീമിയം വനിതാരത്നം 2 ഈ ആഴ്ചയിലെ ടോം ആൻഡ് ജെറി റൗണ്ടിൽ അടുത്ത മത്സരാർത്ഥി ബിന്ദു അശോക്. നമസ്കാരം. നമസ്കാരം. ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് കള്ളനും പോലീസും ആണോ? അതെ. എൻ്റെ ദൈവമേ, എന്തേ ഈ ആഴ്ചത്തെ റൗണ്ടിൻ്റെ പേര് മാറ്റി. കള്ളനും പോലീസും. അതെ, കള്ളനും പോലീസും റൗണ്ടെന്നാക്കി. പക്ഷെ ഒരു കാര്യം തുറന്നു പറയാം, ഇത്രയും ഗ്ലാമറുള്ള ഒരൊറ്റ കള്ളം പോലും ഈ ആഴ്ച വേദി വന്നില്ല. സന്തോഷമുണ്ട്. നല്ല ശൗര്യമുള്ളൊരു പോലീസുകാരൻ. ആരേത്? ലക്ഷ്മി. പുരുഷ വേഷമായിരുന്നല്ലേ? ഏതായാലും കണ്ടാ പറയല്ലോ കേട്ടോ, നല്ല ഗെറ്റപ്പാണ്. താങ്ക് യു. ഹായ് ബിന്ദു. നമസ്കാരം മാം. നമസ്കാരം. രണ്ടുപേരും കണ്ടിട്ട് എന്തോ തകർക്കാൻ പോണ ഒരു ഫീലിംഗ് ഉണ്ട്. എന്തേ ഇല്ലേ? അയ്യോ, മാക്സിമം ശ്രമിക്കും മാം. ശരി, നന്നായി ചെയ്യൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കള്ളനും പോലീസും ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ. അപ്പം മേനോൻ സാറ് ചോദിക്കുമായിരുന്നു ഇനിയിപ്പോൾ എന്താ പോലീസിനോട് ഇനി പറയേണ്ടതെന്ന്. വരുന്ന പോലീസുകാരോടൊക്കെ വ്യത്യസ്തമായ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ലക്ഷ്മി കൊടുത്തേ. സർ, ലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞാൽ ഏതോ പഴയ തമിഴ് പടത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളമാരുണ്ട്. ഒരു കോംപ്ലിമെന്റ് കേട്ടോ. ഇത് കൂടാതെ ലക്ഷ്മി എങ്ങനെയാണ്, ബിന്ദുവിൻ്റെ സുഹൃത്താണോ? അല്ല സർ. അയ്യോ, ആയിരുന്നു. പഴയകാല സുഹൃത്തല്ല സർ. എന്തായാലും എനിക്ക് അതിലും സന്തോഷമുണ്ട്. യാതൊരു പരിചയമില്ല ഒരാളെ കൂടെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിക്കാൻ കാണിച്ചൊരു ധൈര്യം. ബിന്ദു, ഞാൻ ഉദ്ദേശിച്ചത് ബിന്ദു കണ്ണൂരുകാരിയാണ്, ഞാൻ ട്രിവാൻഡ്രം. അതുകൊണ്ട് സുഹൃത്താവാൻ പാടില്ല. അങ്ങനെയല്ല സർ, ഞങ്ങള് മീൻസ് പഴയകാല സുഹൃത്ത് ബന്ധമല്ല. പക്ഷെ ഞങ്ങള് ഈ വനിതാരത്നം കോൺടെസ്റ്റിൽ ഞാൻ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതെ, എനിക്കറിയാം. അത് പറയാനാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള ഞങ്ങളുടെ സുഹൃത്ത് ബന്ധമാണിത്. അപ്പം പിന്നെ വനിതാരത്നം രണ്ടാമത്തെ 48 വന്ന. എനിവേ ഇങ്ങനൊരു അവസരം കിട്ടിയത് നന്നായില്ലേ ലക്ഷ്മി, അല്ലേ? വളരെയധികം സർ, ഞാൻ വളരെ സന്തോഷിക്കുന്നു ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് രണ്ടുപേരും. താങ്ക് യു സർ. ക്യാരി ഓൺ. സാറേ, ഒന്നെങ്കിൽ ജീപ്പിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയെങ്കിലും കൊണ്ടുപോകണം. എനിക്കൊന്ന് ഒരടി നടക്കം വയ്യ. ഒരടി വെച്ച് തന്നാ നീ ഓടും. വയ്യ സാറേ. എന്തിനാ ചൊറിയണം? ചൊറി സാറേ, ചൊറി ചൊറി. ചൊറി. ആ ചൊറി. പോലീസുകാരനോ എന്റെ ഗതികേട്. സാർ അങ്ങോട്ട് നോക്കി ചൊറി, ഇങ്ങോട്ട് ചൊറി സാറേ. ആ ചൊറി. പോലീസുകാരനായ എൻ്റെ അടുത്ത് ചൊറിയാൻ പറഞ്ഞു. നില്ല അവിടെ നില്ല. സാറേ, സോപ്പം താ സാറേ, പൊടി സോപ്പം താ സാറേ. കൈയാട്ടി. ഒരു മണി കണ്ണി ചോല എന്തോ സാറേ, ഈ വിലങ്ങ് വെച്ചോണ്ട് എങ്ങനെ സാറേ ഞാൻ വലിക്കണത്? സാർ, പഴയ പരിചയക്കാരനായി പോയി. വലിച്ചു കയറ്റി. വന്നില്ല സാറ്. കരണ എന്ത് സാറേ?
നിനക്ക് ഈ വിധിയിലൊക്കെ വിശ്വാസം ഉണ്ടോടാ? വിശ്വാസം ഉണ്ടാന്നാ സാർ ഇവിടെ നോക്കിയാ, ഈ ഞാൻ കള്ളനും സാറ് പോലീസും ആയത് തന്നെ ഒരു വിധിയല്ലേ സാറേ? ഡാടാ മതി മതി, നടക്ക് നടക്ക്. എടാ അല്ലടാ കരുണ, ഞാൻ ഒരു മാസം സമ്പാദിക്കണതിൻ്റെ 4 ഇരട്ടി എങ്ങനെയാടാ നീ ഒരു ദിവസം കൊണ്ട് സമ്പാദിക്കണേ? സാർ ഒരു കാര്യം ചെയ്യും, ഈ ജോലി അങ്ങ് ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ അങ്ങ് പോരും. ആ കള്ളത്തരം പിന്നെ പഠിപ്പിക്കണ്ടല്ലോ സാറേ. വേല പഠിപ്പിക്കരുത്. ആ സാർ മുഖലക്ഷണം പറയട്ടാ, സാറിന് അടുത്ത് എൻ്റെ പ്രൊമോഷൻ കിട്ടും സാറേ. കൊള്ളാലടാ കരുണ, അപ്പം ഈ മോഷണമൊക്കെ നിർത്തിയാലും നീ ജീവിക്കും. ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്ക് മുഖലക്ഷണം പറയാൻ അറിയാം. ആ എന്നാ പറ. സാറിന് സാറിൻ്റെ ഭാര്യ പേടിയല്ലേ? നീ ഇതെങ്ങനെ അറിഞ്ഞടാ? സാറിന് കുട്ടിക്കാലത്ത് വട്ടച്ചോറ് വന്നിട്ടില്ലേ? ജലദോഷം വന്നിട്ടില്ലേ? ഇതാണ് പറഞ്ഞ സാറേ, എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ പറയണമെങ്കിൽ സ്വാതന്ത്ര്യം ആയിരിക്കണം. കൈ എന്തേ ഷാജൻ ചെയ്യ. എടാ ഈ വർഗത്തിനെ നന്നായിട്ട് എനിക്കറിയാം. ഷാജൻട്രിയ വേണം. അറിയണമെങ്കിൽ മതി. എടാ പറയടേ. സാർ ഇത് കഴിച്ചാണ്. സാർ ഇത് അഴിച്ചാടാ. ആ എൻ്റെ ആവശ്യമായിപ്പോയി അറിയേണ്ടത്. ഞാനിത് അഴിക്കാം. നീ ഇനി എന്നാ വല്ല? ഇല്ല സാറേ, വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. എടാ വിശ്വാസക്കേടല്ലടാ, ഇതെൻ്റെ ചോറാണ്. ഭാര്യയും പിള്ളേരും ഒക്കെ പട്ടിണിയാവില്ലേടാ. നീ ഒന്ന് മനസ്സിലാക്ക്, ഞാൻ അയച്ചു തരാം. ആ ഡേ ഞെളിഞ്ഞതൊക്കെ മതി, നീ കാര്യം പറ. സാർ കണ്ണൊന്നടച്ചേ. ഇഷ്ടമുള്ള ഒരാളുടെ മുഖം മനസ്സിലാലോചിച്ചാ? ഞാൻ കണ്ണടക്കണം. കണ്ണടച്ചു. ആലോചിച്ചാ സാറേ? ആലോചിച്ചടാ. എടാ ഞാൻ കണ്ണടച്ചടാ, ആലോചിച്ചടാ. കരുണ അയ്യോ എൻ്റെ തൊപ്പി. എടാ എവിടെടാ നീ? നാണ്യപ്പെരുപ്പും നാണ്യപ്പെരുപ്പൊക്കെ
എന്നോട് ചാടാൻ പോണ്. കുറേ കള്ളനും പോലീസും ആയതുകൊണ്ട് ഇനി അവരൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. സന്തോഷമല്ലേ? ജഡ്ജസ് പ്ലീസ്. മൊത്തം ഞാൻ സംഗതി കണ്ടിട്ട് എനിക്കതിനകത്തൊരു മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ബിക്കോസ് ദേ മേ സംടൈംസ് ഡിഫർ, അതിൻ്റെ ഒരു കൊഹറൻസ് എന്ന സാധനം ഐ ഫൗണ്ട് ഇറ്റ് ലാക്കിങ്. കൊഹറൻസ് എന്ന് പറയും. കാരണം നമ്മൾ ചൊറിയിൽ നിന്ന് ആരംഭിച്ചു, അതിനെ ഡെവലപ്പ് ചെയ്ത് മൂക്കുപൊടി വന്നു, അത് കഴിഞ്ഞ് വട്ടച്ചൊറി വന്നു, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇത് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് നമ്മൾ സ്ലിപ്പായിട്ട് കാണിച്ച ആ പോർഷൻ എനിക്ക് ക്ലിയർ അല്ല, എനിക്ക് മനസ്സിലായില്ല അക്കോർഡിംഗ് ടു മീ. അതായത് ഒരു തവണ അയാൾ ഹീ മെയ്ഡ് ഗുഡ് ഡിസ് എസ്കേപ്പ് പോകുന്നില്ലേ, പോയി നിങ്ങൾ രണ്ട് ബാക്കിൽ പോയിട്ട് പിന്നെ വന്നൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലോ. ഐ മീൻ റിമൈൻഡിങ് യു സംതിങ് ലൈക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഈ ചെളി വീണ മുഖത്ത് തേച്ചു, അത് തേച്ചതിന് ശേഷം ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിച്ചു ഇവിടെ സ്റ്റേജിൽ. ഹൗ ഫാർ യു ആർ ഗോയിങ് ടു സസ്റ്റെയിൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ഫോർ ദാറ്റ് എന്നുള്ളത് എനിക്കത് അനാവശ്യമായ ഒരു സ്ട്രെച്ചായിട്ട് തോന്നി. അനാവശ്യമായ സ്ട്രെച്ചും ഇറ്റ് ഈസ് ആംപ്ലി ക്ലിയർ ദാറ്റ് യു വിൽ ബി കോട്ട്. നമ്മൾ ഇമാജിനേഷൻ ആണെങ്കിലും സ്റ്റൈലൈസേഷൻ ആണെങ്കിലും ഇതൊക്കെ അതിൻ്റെ മാർജിൻ ഇട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിച്ച ആ മാജിക്ക് വർക്കൗട്ടായോ എന്ന് എനിക്ക് മാനസികമായിട്ട് സംശയമുണ്ട്. ഉദ്ദേശിച്ചത് അത് ഇത് ഈ ഉദ്ദേശിച്ചറിയോ, ഈ എനി ഫോം ഓഫ് ആർട്ട് ഷുഡ് ബി ബേസിക്കലി കമ്മ്യൂണിക്കേറ്റീവ്. ഇപ്പം ഞാനൊരു സിനിമ എടുത്തിട്ട് സ്ക്രീനിൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചതാണെന്ന് പറയുകയാണെങ്കിൽ ഐ എം നോട്ട് എ ഗുഡ് ഡയറക്ടർ. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നിൽ കൂടെ വർക്കൗട്ട് ആകുമ്പോഴാണ് നിങ്ങളുടെ മിഷൻ വിജയിക്കുന്നത്. എന്താ താങ്കൾ ഉദ്ദേശിച്ചത്? സാർ വീണപ്പോൾ കള്ളനെ ഓട്ടിക്കുന്നുണ്ടല്ലോ പോലീസ്. അപ്പോൾ ആ പേടിച്ച് ഓടിപ്പോൾ വീണപ്പോൾ ഒച്ച കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ തിരിഞ്ഞു നോക്കിയപ്പം അപ്പോൾ അല്ല എൻ്റെ ഒറിജിനൽ രൂപം കാണാൻ പറ്റില്ലല്ലോ. കുറച്ച് കൈയൊക്കെ തേച്ചു, പെട്ടെന്ന് ഓടാന്ന് വിചാരിച്ചപ്പോൾ പുള്ളിയെ കണ്ടു. അപ്പോൾ പെട്ടെന്ന് സ്റ്റാച്ചു പോലെ അങ്ങ് നിന്നു. അപ്പോൾ പുള്ളി വിചാരിച്ചു ഇത് ഞാൻ വന്നപ്പോൾ സ്റ്റാച്ചു ഇവിടെ കണ്ടില്ല, അപ്പോൾ സ്റ്റാച്ചു ആണോ? അപ്പോൾ കുറേ ഇടിച്ചു നോക്കി സ്റ്റാച്ചു ആണ് എന്ന് വെച്ചാൽ പോയി. പിന്നെ കഴിഞ്ഞ് പിന്നെയും ഓടാന്ന് വെച്ചപ്പോൾ നോക്കി പിന്നെയും തിരിഞ്ഞു നോക്കി, പിന്നെ വേറൊരു സ്റ്റാച്ചുവിൽ നിന്നു. അങ്ങനെ ആ മാത്തമാറ്റിക്സ് ആണ് വർക്കൗട്ട് ആകുന്നത്. ബിക്കോസ് അത് ഇറ്റ് ഷുഡ് ബി കോയിൻസൈഡിങ് ലൈക്ക് എനിത്തിങ്. അത് കൺവിൻസിങ് ആകണമെങ്കിൽ ഇതിപ്പോൾ അയാൾ നടന്നു, അയാൾ എത്ര പൊട്ടനാണെങ്കിൽ അയാൾ നടന്നു നോക്കി, ഇത് ഞാൻ മനസ്സിലാക്കി. അതൊക്കെ മുമ്പോട്ട് വന്നപ്പം അദ്ദേഹം യു ആർ ഓൾസോ ഫോളോയിങ് ഹിം. തിരിയുമ്പോഴേ പെട്ടെന്ന് വേറൊരു പോസ്റ്റിൽ നിന്നു, ഇരുന്ന് പഴമെടുത്തപ്പോൾ മറ്റേ ആൾ തന്നെ വന്ന് അത് ഭക്ഷിക്കുന്നു. ടോം ആൻഡ് ജെറി ആ ഒരു സ്റ്റൈലിലാക്കിയത്. ടോം ആൻഡ് ജെറിക്കകത്ത് തന്നെയും നമ്മളെപ്പോഴും പറയും ഈ വെൻ യു വർക്കൗട്ട് കോമഡി അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് അതിനകത്ത് ഒരു കൺവിൻസിങ് കപ്പാസിറ്റി വേണം. അതല്ലാതെ മേക്ക് ബിലീഫ് കാണിച്ചാൽ ഒരിക്കലും കോമഡി ആകത്തില്ല. ഇതിനകത്തുള്ളത് ഞാൻ രണ്ടുതവണ കണ്ടു. അത് മാത്രമല്ല നിങ്ങളപ്പോൾ ആ സമയത്ത് സ്റ്റേജിലുള്ളത് കാണാൻ പറ്റാത്ത രീതിയിൽ പേപ്പറോട് മറച്ചു വെച്ചിരുന്നു. അപ്പോൾ ഇരുന്നത് ആദ്യം പഴം കൊടുത്ത കണ്ടിട്ടില്ല, രണ്ടാമത് പിന്നെ കഴിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അത് ടെക്നിക്കൽ പോയിന്റ് ഞാൻ ഉദാഹരണം പറയാം. അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗം ഒഴിച്ചാൽ ബാക്കി പിന്നെ ആ തോട്ടിനകത്ത് ഓഫ് കോഴ്സ് ഐ വിൽ നെവർ അണ്ടർ എസ്റ്റിമേറ്റ്. അതിനകത്തൊരു ഒരു ഓഫ് ബീറ്റ് ഒരു ഐറ്റം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. ഒരു മോശപ്പെട്ട സ്നേഹം പറയത്തില്ല. പക്ഷേ അത് ആ ലാസ്റ്റ് പോർഷൻ വെത് ഇറ്റ് വർക്ക്ഡ് ഔട്ട് എന്നുള്ള സംഗതിയിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. പിന്നെ ഒരു വീട്ടമ്മയുടെ പ്രകടനം എന്ന രീതിയിൽ ഫുൾ കുഡോസ് ടു യു. താങ്ക് യു സർ. നമസ്കാരം ബിന്ദു. നമസ്കാരം മാം. ഇറ്റ് വാസ് ജസ്റ്റ് പെർഫോമൻസ് ടോട്ടാലിറ്റിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. എനിക്ക് ബിന്ദു ആസ് എ പെർഫോമർ നന്നായി ചെയ്തു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ബിന്ദു ആദ്യം വന്ന ബിന്ദുയുടെ ക്യാരക്ടറൈസേഷനും ബിന്ദു ഈ പറഞ്ഞ ചൊറിച്ചിൽ വരുന്ന ഭാഗവും തുമ്മാൻ വരുന്ന ഭാഗവും ആസ് എ പെർഫോമർ, ആസ് എൻ ആർട്ടിസ്റ്റ്, ഒരു അഭിനേത്രി എന്ന നിലയിൽ ബിന്ദു വളരെ ബഹുദൂരം തന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. താങ്ക് യു മാം. ഓക്കെ, നമ്മൾ എത്ര നന്നായി അഭിനയിച്ചാലും നമ്മൾ 10 പേരത് കണ്ട് നന്നായി അഭിനയിച്ചു എന്ന് പറയണം. അതിന് നമ്മളെ സഹായിക്കുന്ന എന്തൊക്കെയാണ്? നമ്മളുടെ പെർഫോമൻസിൽ നമ്മുടെ തോട്ട് അല്ലേ, അതിൽ നമ്മൾ സ്റ്റേജ് ചെയ്യാൻ പോകുന്ന വാട്ട് എവർ തീം, അതിൻ്റെ സ്ക്രിപ്റ്റ്, ഇതെല്ലാം നമ്മളെ സഹായിക്കും. ഇതെല്ലാം നമ്മൾ സഹായിക്കാതെ നമ്മൾ മാത്രം പൊങ്ങി നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി ഇന്നത്തെ ഒരു മൊത്തം പെർഫോമൻസിൽ എനിക്കതാ ഫീൽ ചെയ്തത്. പിന്നെ ടൂ മച്ച് ഓഫ് സൈലൻസ് നമുക്ക് ആവശ്യമാണ്, ശരിയാണ്. സൈലൻസ് ഒരു പെർഫോമർ ഒരിക്കലും സൈലൻസിനെ ഭയപ്പെടരുത്. പക്ഷേ ഈ ലാഗ് ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെങ്കിൽ ഇത്രത്തോളം ഫീൽ ചെയ്യില്ലായിരുന്നു. അതിനകത്തൊരു എന്താ പറയുക, സൗണ്ട് എഫക്ട്സിലൂടെ ഒരു ഹ്യൂമറൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ നമ്മൾ അറിയാലോ. പക്ഷെ അതും ഉണ്ടായിരുന്നില്ല അല്ലേ? ലക്ഷ്മിയുടെ ആദ്യത്തെ സ്റ്റേജാണോ ഇത്? അതെ.
ഗംഭീരമായി ചെയ്തു ലക്ഷ്മി. ആദ്യത്തെ സ്റ്റേജിന് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ എടുത്തവർ മാത്രമല്ല, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വനിതാരത്നം എന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നൊരു വ്യക്തിയും തീർച്ചയായിട്ടും ആ ഒരു 48 പേരിൽ ഒരാളാണ് ലക്ഷ്മി. അപ്പോൾ ഞങ്ങൾ വിട്ടവർ പോലും 15 പേരിൽ ഉൾപ്പെട്ടവർ മാത്രമല്ല, എല്ലാത്തവർ പോലും ടാലൻറ്റഡ് ആണ്. ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു കേട്ടോ ആ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ 48 പേരിൽ വന്നത് അല്ലേ? താങ്ക് യു ലക്ഷ്മി. ലക്ഷ്മി നന്നായി ചെയ്തു. എനിക്ക് ബിന്ദുവിൻ്റെ ക്യാരക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി, ലക്ഷ്മിയുടെയും ക്യാരക്ടറൈസേഷനൊക്കെ ഇഷ്ടമായി. ആൻഡ് കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി ലക്ഷ്മിയുടെ കോസ്റ്റ്യൂം വളരെ ലൂസാണ് അല്ലേ? അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പിടിച്ച് വെച്ചിരിക്കുക. അതായത് ഓടുമ്പോഴൊക്കെ ലക്ഷ്മിനെ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടത് ഇല്ലേ? തെന്നി വീഴുമെന്നുള്ള ഒന്നാമത് പാൻറ്റിന് നീളം കൂടുതലാണ്. അത് ഷൂസിൻ്റെ അടിയിൽ പോയിട്ട് ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ സ്ലിപ്പ് ചെയ്തുകൊണ്ട് കിടക്കുമായിരുന്നു. തൊപ്പി ഊരിപ്പോയി, തൊപ്പി അവിടെ തന്നെ കിടക്കണം. ഏതൊരു കോൺസെപ്റ്റ് ഓടിയാലും തൊപ്പി എടുത്ത് തല വെച്ചിട്ടല്ലേ ഓടൂ. ഇല്ല മാം, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ വിട്ടുപോയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മുടേതായ പെർഫോമൻസ് മാത്രം ശ്രദ്ധിക്കുക. നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാലിയായിട്ടുള്ള സ്റ്റേജിൽ ഒരു വെറുതെ ഒരു തൊപ്പി അവിടെ കിടന്ന് ഇങ്ങനെ കിടക്കണം, അതൊരു കാണുന്ന ഒരാൾക്ക്, ഞാനൊരു ഓഡിയൻസ് എന്ന രീതിയിൽ പറയുകയാണ്, ഇത്തിരി അരോചകമായിട്ട് ഫീൽ ചെയ്തു. ഒരു ക്യാരക്ടർ അല്ലേ അത്? പെർഫോമർ രണ്ടാമതാണ്, ആദ്യം നമുക്ക് ക്യാരക്ടർ ആവേണ്ടത്. അപ്പോൾ ആ ക്യാരക്ടർ എന്ത് ചെയ്യും? തൊപ്പി എടുത്ത് വെച്ചിട്ട് ഓടും. അത് വേണിയിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ആൻഡ് ലക്ഷ്മി സ്പെഷ്യലി ഓടി തിരിച്ച് വന്നപ്പോഴത്തേക്കും കള്ളനെ താഴെയാ തപ്പിയത്. ഞാൻ ശരിക്കും വിചാരിച്ചത് ഇപ്പോൾ 6 അടി വല്ലതും ഒളിച്ചിരിക്കുവാണോ അല്ലെങ്കിൽ കുനിഞ്ഞു വല്ലതും ഇരിക്കുകയാണോ, കാരണം നിലത്താണ് കള്ളനെ ലക്ഷ്മി തപ്പിക്കൊണ്ട് വന്നത്. സത്യമാണോ? അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ തീർച്ചയായിട്ടും ഗംഭീരമാക്കാമായിരുന്നു. താങ്ക് യു സോ മച്ച് ബിന്ദു. താങ്ക് യു. ഇതിൻ്റെ മൊത്തം പ്രോബ്ലം ഉള്ളത്, നമ്മൾ പലപ്പോഴും പറയാറുള്ള വാക്കുണ്ട്, lastminute.com. എനിക്കതിൻ്റെ പുറകിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. ബിന്ദു ആസ് ആൻ ആക്ട്രസ് ട്രമൻഡസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. ബിന്ദു, നമുക്കറിയാം ബിന്ദു കോമഡി ചെയ്യാൻ മിടുക്കിയാണെന്ന് നമുക്കറിയാം. ആ മിടുക്ക് നന്നായിട്ട് ഇവിടെ ചെയ്തിട്ടുമുണ്ട്. എസ്പെഷ്യലി ഞാനിവിടെ എഴുതി വെച്ച് നല്ല ചൊറി എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ചൊറി വന്ന ആക്ഷനൊക്കെ അത് ശരിക്കും ഒരു നല്ല ടൈമിങ് സെൻസുള്ളൊരു കൊമേഡിയന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അസലായിട്ട് ചെയ്തു ബിന്ദു. താങ്ക് യു സർ. പിന്നെ ലക്ഷ്മി നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. ലക്ഷ്മിയോട് ആരാ പറഞ്ഞത് ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലും വീണ് പോവുക, എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ അങ്ങനെ തുറന്ന് ചെയ്യണം എന്നുള്ള ആരാ പറഞ്ഞത്? സർ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന തെറ്റാണ്. ആ പഠിച്ചത് തെറ്റാണ് കേട്ടോ. നമ്മൾ വെച്ചാൽ അത് അഭിനയം എന്നുള്ളത് അഭിനയമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു കോൺസ്റ്റബിൾ, ലൈഫിലൊരു കോൺസ്റ്റബിൾ, അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഇത് വീണ് പോയാൽ എന്ത് ചെയ്യും? നമ്മളെ കയ്യിൽ നിന്ന് ഒരു പെണ്ണ് വീണ് പോയാൽ എന്ത് ചെയ്യും? അത്രയേ ഉള്ളത്. നമ്മൾ സ്റ്റേജ് ചെയ്യുന്ന ജീവിതത്തിലുള്ളതാണ്, ജീവിതത്തിലില്ലാത്തതല്ല നമ്മൾ സ്റ്റേജ് ചെയ്യുന്നത്. യു ടേക്ക് ക്യാരക്ടേഴ്സ് ഫ്രം ലൈഫ്. മനസ്സിലായല്ലേ? അതാണ്. അപ്പോൾ അത് ആ തിയറി തെറ്റാണ്. പിന്നെ അതിന് ശേഷം ലാത്തിയുടേത് ഓടിപ്പോയിട്ട് ലക്ഷ്മി ഇവിടെ വരുമ്പോഴേക്കും ലക്ഷ്മിയും ബിന്ദുവും വേറെ ലൊക്കേഷനിലാണ്. ഈ ലാത്തി വീണ സ്ഥലത്തല്ല നിൽക്കുന്നത്. വൺസ് യു ഗോ അറൗണ്ട് യുവർ ലൊക്കേഷൻ ചേഞ്ച്. സർ, ഞാൻ അപ്പോൾ അത് ലാത്തിയായിട്ടല്ല കണ്ടത്. അത് ഞാനൊരു കമ്പായിട്ട് സങ്കല്പിച്ചിട്ട് അടുത്ത് കുത്തി നോക്കിയത് അടിച്ചു. അപ്പോൾ പിന്നെ അത് സബ് ടൈറ്റിൽ ചെയ്യണം. സാർ, ഞാൻ എടുക്കുന്ന ലാത്തിയല്ല, ഇതൊരു കമ്പാണ് എന്ന് പറയണം. മനസ്സിലായല്ലേ? അപ്പോൾ ബിന്ദു ടൈമിങ്ങും കോമഡിയും ഒക്കെ നന്നായിട്ടുണ്ട്. ഞാനിപ്പോൾ ആസ് എ പെർഫോമർ നമ്മൾ വിലയിരുത്തുകയുണ്ട്. ബിന്ദുവിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ നന്നായിട്ടുണ്ട്. പക്ഷേ അത് പോരാ, അതിന് സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. മ്യൂസിക് വാസ് മിസ്സിങ്. മ്യൂസിക് അത്യാവശ്യമായിരുന്നു അതിൽ. അപ്പം ഇനി ബിന്ദു ഇങ്ങനെ പരാതി പറയിപ്പിക്കരുത്. ഇല്ല സർ, ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് പറ്റി അവസാന സമയം മാറ്റി. ആദ്യമായിട്ടാണ് അവസാനമായിട്ട്? അതാ അല്ല സർ, ആദ്യമായിട്ട് ഇങ്ങനെ മീൻസ് അവസാന സമയത്ത് അവസാനമായിട്ട് ആദ്യമായിട്ടാണ്. ഇനി ഇങ്ങനെ ഓക്കെ, ഇനി ഉണ്ടാവരുത് കേട്ടോ. ഇല്ല സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും.